കൺഫെഷൻ റൂമിലിരുന്ന് ചങ്ക് പൊട്ടിക്കരയുന്ന ഒനിൽ സാബുവിനെയാണ് ഇപ്പോൾ ലൈവിൽ കാണുന്നത്. ലാലേട്ടൻ തന്നെ ഈ ഒരു വിഷയം ഡയറക്റ്റായിട്ട് ചോദിക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ബിഗ് ബോസ്. ഒനിൽ സാബു കുറേയധികം കാര്യങ്ങൾ പറയുന്നു. അതായത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാത്തതാണ്, അവർ എന്നെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അവർ മാത്രമല്ല, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എനിക്കുമുണ്ട് ലേഡി ഫ്രണ്ട്സൊക്കെ, അവരൊക്കെ എന്നെപ്പറ്റി മോശമായിട്ട് ഈ വാർത്ത കേൾക്കുന്നത് കണ്ടാൽ അവരെന്ത് വിചാരിക്കും? ഞാൻ സ്ത്രീകളെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളായ എന്നെപ്പറ്റി ഇത്രയും മോശമായ രീതിയിൽ ഒരു സംസാരം പുറത്തേക്ക് പോകുന്നത് അത് എൻ്റെ ഇമേജിനെ ബാധിക്കും, എൻ്റെ ക്യാരക്ടറിനെ ബാധിക്കും, എനിക്ക് ഒരു എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ വരെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നു. അവസാനം സാബു കുറേയധികം ബിഗ് ബോസിൻ്റെ കാല് പിടിച്ച് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തണം, ഒരു വ്യക്തത വരുത്തണമെന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് സാബു. അവസാനം ബിഗ് ബോസ് തന്നെ വാക്ക് കൊടുക്കുന്നു, സംസാരിക്കാം, ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഈ ഒരു വിഷയം സംസാരിക്കാമെന്ന് ബിഗ് ബോസ് തന്നെ സാബുവിന് വാക്ക് കൊടുക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് സാബുവിന് ആശ്വാസമായത്. താങ്ക് യു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു 10-20 തവണ ബിഗ് ബോസിന് നന്ദി പറഞ്ഞ്, ബിഗ് ബോസ് ഞാനൊന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞോട്ടെ എന്ന് ബിഗ് ബോസിനോട് അനുവാദം ചോദിച്ചിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടാണ് സാബു കൺഫെഷൻ റൂം വിട്ടു പോയത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ലാലേട്ടൻ എടുക്കുന്ന തീരുമാനം എന്താകും എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ബിഗ് ബോസ് സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.